വെൽക്കം ടു IoT കമ്പ്യൂട്ടേഴ്സ്. നമ്മൾ പറയാൻ പോകുന്ന ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങളാണ് സിസ്റ്റത്തിൻ്റെ. സിസ്റ്റം ഫ്രീസ് ആവുക അല്ലെങ്കിൽ വിൻഡോസ് സ്റ്റക്കായി നിൽക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്യാം. അതുപോലെ നമുക്കൊരു സിസ്റ്റം ഇൻഫോ, ഒരു സിസ്റ്റം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എങ്ങനെ ചെക്ക് ചെയ്യാം, റാം, പ്രൊസസ്സർ, അതിൻ്റെ സ്റ്റോറേജ് എങ്ങനെ ചെക്ക് ചെയ്യാം, SSD ആണോ അതോ ഹാർഡ് ഡിസ്ക് ആണോ. ദെൻ പിന്നെ നമുക്ക് നമ്മുടെ ടെമ്പർ ഫയൽ ക്ലിയർ ചെയ്ത് എങ്ങനെ സിസ്റ്റം കുറച്ചുകൂടി സ്മൂത്തായിട്ട് യൂസ് ചെയ്യാമെന്നൊക്കെയാണ് പറയാൻ പോകുന്നത്. ഇത് എക്സ്പേർട്സിനുള്ള വീഡിയോ അല്ല, ഇത് ജസ്റ്റ് ബിഗിനേഴ്സിനുള്ളതാണ്. അതുപോലെ നമ്മൾ സർവീസ് ചെയ്യാൻ പോകുമ്പോഴും ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ട്. അപ്പോൾ അത് ഒരു കൂടി വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ മുഴുവനായിട്ട് കാണാം. പിന്നെ എക്സ്പേർട്സിനുള്ള വീഡിയോ തുടർന്ന് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കപ്പോൾ വീഡിയോയ്ക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ വിൻഡോസ് സ്റ്റക്ക് ആവണമെങ്കിൽ ചെക്ക് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടി കൺട്രോൾ ഷിഫ്റ്റ് എസ്കേപ്പ് ഒരുമിച്ച് പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതേപോലെ ഇൻ്റർഫേസ് വരും. ടാസ്ക് മാനേജർ, അതിൽ പ്രോസസ്സ് ഉണ്ടാവും, അതിൽ പോവുക. കണ്ടോ, ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഇതിൽ കാണിക്കും. ഫോട്ടോഷോപ്പ്, AnyDesk, ക്രോം. കണ്ടോ, ഇത് നമുക്ക് ഇതേപോലെ നമ്മുടെ ഹാങ് ആയി നിൽക്കുന്ന ആപ്ലിക്കേഷൻ ഇതേപോലെ AnyDesk കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ ഫോട്ടോഷോപ്പ് പോയിട്ടുണ്ട്, AnyDesk ക്ലിയർ ചെയ്തു, ക്രോം. ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് ഇതേപോലെ പെർഫോമൻസിൽ പോയി കഴിഞ്ഞാൽ സിസ്റ്റം ഇൻഫോ ചെക്ക് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ CPU ഇതിൽ നമ്മുടെ പ്രോസസ്സർ കാണിക്കുന്നുണ്ട്. അതുപോലെ താഴത്തെ പ്രോസസ്സറിൻ്റെ സ്പീഡ്, ദെൻ നമ്മുടെ റാം ഇതാ 4GB ആണ് കറൻ്റ്ലി, അതിൻ്റെ സ്പീഡ് താഴെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത SSD ആണ്. കണ്ടോ, SATA SSD ആണ്, അതിൻ്റെ സ്റ്റോറേജ് താഴെ കാണിക്കുന്നുണ്ട്, സ്പീഡും കാണിക്കുന്നുണ്ട്. പിന്നെ എക്സ്റ്റേണലായിട്ട് ഒരു ഹാർഡ് ഡിസ്ക് ആഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെയും സ്റ്റോറേജും സ്പീഡും കാണിക്കുന്നുണ്ട്. ഇതുപോലെ ഇൻഫോ നമുക്ക് ചെക്ക് ചെയ്യാം ഇവിടെ തന്നെ. പിന്നെ പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ട്, പെൻഡ്രൈവിൻ്റെ ഡീറ്റെയിൽസ്. അതുപോലെ എതർനെറ്റ്, നമ്മുടെ ലാൻ കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡ് കാര്യങ്ങൾ. ഓക്കെ, സിസ്റ്റം ഇൻഫോ ചെക്ക് ചെയ്യാൻ വേറെ മെത്തേഡാണ് വിൻഡോസ് +R. അപ്പോൾ അതേപോലെ റൺ കമാൻഡ് വരും, അതിൽ MS info 32 എൻ്റെ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രോസസ്സർ, അതുപോലെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത ബോർഡ് ഏതാണ്, H61 ബോർഡാണ്. അതേപോലെ അതിൻ്റെ റാം. കണ്ടോ, അതേപോലെ നമുക്ക് സിസ്റ്റം നെയിം, മോഡൽ. ഓക്കെ, ഇനി നമുക്ക് ടെമ്പ് ഫയൽ എങ്ങനെ ക്ലിയർ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഷോർട്ട് കീയാണ് വിൻഡോസ് +R പ്രസ് ചെയ്യുക. ഓക്കെ, അതിൽ %temp എൻ്റർ. ഓക്കെ, കണ്ടോ, ഇത്രയും നമുക്കിപ്പോൾ ടെമ്പ് ഫയൽസ് ആണ്. ഈ ടെമ്പ് ഫയൽസ് ഒരു അൺവാണ്ടഡ് ഫയൽസ് ആണ്. അപ്പോൾ അത് ഇതേപോലെ സെലക്ട് ആൾ കൊടുത്തു, ദെൻ ഡിലീറ്റ് ഓൾ. ഓക്കെ, ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, വർക്കിങ്ങിലാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കൊറീസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പീസ് ബിൽഡ് ചെയ്യാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, ഇത് ഏകദേശം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നമ്മളെ ബന്ധപ്പെടാം. ഫ്രീ കൺസൾട്ടേഷനാണ്. നിങ്ങൾക്കൊരു PC ബിൽഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ, അതുപോലെ നിങ്ങൾക്കൊരു CCTV ഫിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഗൈഡ് ചെയ്യുന്നതാണ്. ഓൾ കേരള സർവീസും ഉണ്ട്, സെയിൽസും ഉണ്ട്. നമ്മൾ നിങ്ങളുടെ സൈറ്റിൽ വന്നിട്ട് റെഡിയാക്കി തരും. അതുപോലെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ്, പിന്നെ ഓഫീസ്, ടാലി, വിൻഡോസ്, ഇതിൻ്റെ ഒറിജിനലും ക്രാക്കഡും അവൈലബിൾ ആണ്. ജസ്റ്റ് AnyDesk ഒന്ന് കണക്ട് ചെയ്ത് തന്നാൽ മതി. കണ്ടോ, ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ സിസ്റ്റം നല്ല സ്മൂത്തായിട്ട് റൺ ആവുന്നുണ്ട്. ഇങ്ങനെ ടെമ്പ് ഫയൽ ക്ലിയർ ചെയ്ത് കുറച്ചും കൂടി സിസ്റ്റം സ്മൂത്തായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ നമ്മുടെ ഫോൺ നമ്പർ, കോൺടാക്ട് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. (7907104990) ആണ് നമ്മുടെ കോൺടാക്ട് നമ്പർ. ഇതിൽ വാട്സപ്പ് നമ്പറാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടാം. അതുപോലെ തന്നെ മുകളിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്, ബേസിക് ആയിട്ടുള്ളൊരു വീഡിയോ മാത്രമാണ്. അപ്പോൾ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വരുന്നതാണ്. ഓക്കെ, ബൈ.